നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. ഈശ്വര, 10 മാസം ഒരു കുഞ്ഞിനെ പേറി പൂർണ്ണ ആരോഗ്യവാനായി പ്രസവിക്കാനുള്ള ശേഷി ശ്യാമയ്ക്കില്ല. ചില സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാ ചെറിയൊരു വീഴ്ചയിൽ തന്നെ കുഞ്ഞ് അബോർഷനായി പോയത്. കുഞ്ഞേച്ചി, സത്യമ്മ എന്തുമാത്രം ആഗ്രഹിച്ചതോ ഒരു കുഞ്ഞിന്. എന്റെ രോഗത്തിന് എന്തുമാത്രം പ്രതീക്ഷയായിരുന്നു. കുഞ്ഞിനെ സ്വീകരിക്കാൻ വീടൊരുങ്ങി, തൊട്ടില് പണിയാൻ വരെ ഏർപ്പാടാക്കി, കുഞ്ഞുടുപ്പുകൾ വരെ തുന്നി വെച്ച്. ഒരു രാജകുമാരനായിട്ട് വളരേണ്ട എന്റെ കുഞ്ഞിന് ഈ വിധി വന്നല്ലോ. സമാധാനിക്ക്. ഞാൻ എങ്ങനെ സമാധാനിക്കാനാ? എന്റെ ജീവിതത്തിലെ സമാധാനം, സന്തോഷം എല്ലാം തീർന്നില്ലേ? രോഹിത്തിനോ സത്യാമ്മയ്ക്കോ ഇനി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റോ? അമ്മേ, എന്ത് സന്തോഷത്തിന്റെ നടുവിലമ്മേ ഞാനിരുന്ന്. ഒരു റാണിയെ പോലെ ആ കുഞ്ഞായിരുന്നു എന്റെ ജീവിതത്തിലെ സന്തോഷവും പ്രകാശവും എല്ലാം. അത് പോയില്ലേ? മോള് സമാധാനിക്ക്. ഞാനിനി എങ്ങനെ അമ്മേ ആ വീട്ടിലേക്ക് കയറി ചെല്ലാം? എന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ കെട്ടിയ തോരണങ്ങൾ അഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ സംസ്കരിച്ച ശവപ്പറമ്പല്ല എന്റെ ശരീരം. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇത് കാണുമ്പോ അറപ്പും വെറുപ്പല്ലേ അവർക്ക് എന്നോട് തോന്നുക? അങ്ങനൊന്നും അല്ല ശ്യാമേ. നീ ഇല്ലടി, അങ്ങനെ എനിക്ക് തന്നെ എന്നോട് അങ്ങനെയാവാൻ തോന്നുന്നത്. മതിയെ എനിക്ക് ഇത്രയും മതി. ശ്യാമേ, എന്റെ കുഞ്ഞിനെ കൊന്ന് എന്റെ ഈ ശരീരം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഈ ശരീരം, ഈ ചണ്ടി എനിക്കിനി വേണ്ട. ശ്യാമേ, അതുകൊണ്ട് ഞാൻ പോവാ. ശ്യാമേ, അങ്ങനൊന്നും പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, എല്ലാരും നേരത്തെ എത്തിയോ? ഇല്ല, കുറച്ചു നേരേ ആയുള്ളൂ. നിങ്ങളിന്ന് വരുന്ന ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ദാ, ഇതെല്ലാം നിങ്ങൾക്ക് നാളെ വിവാഹത്തിനിടാനുള്ള ഡ്രസ്സുകളാ. മാഷ് മുതൽ ആവണി മോൾക്ക് വരെയുള്ള ഡ്രസ്സുകൾ ഇതിലുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വന്തിയെ. അതൊന്നും പറ്റില്ല. എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് ആർക്കും ഒരു കുറവും വരരുത്. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം എപ്പ നടത്താൻ തീരുമാനിച്ചാലും ഇവർക്കുള്ള മുഹൂർത്തം എത്രയും പെട്ടെന്നായിരിക്കും. പിന്നെ ഓടി നടന്ന് എല്ലാം ചെയ്യണം. പൊരുത്തമുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഇവർക്ക് രണ്ടുപേർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് വേഗം നടത്തി കൊടുക്കണം. അതാണ് അതിന്റെ ശരി.
എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവന്റെ സംസാരം. ഇവൻ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ ടെൻഷനാവും. ഇനി ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് മറ്റോ ആണോന്ന്. അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് പറയാനാണോന്ന്. അങ്ങനൊന്നും അല്ലെന്ന് അറിയാമെങ്കിലും വെറുതെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവൻ വന്ന് ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. ഇത് പറയാനാണോ ഇവന് ഇത്രയും ടെൻഷൻ അടിച്ചതെന്ന് ഓർത്ത്. ആ ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് പകുതി കൊന്നിട്ടേ ഇവനെല്ലാം സമ്മതിക്കൂ. അതെ അതെ, അത് കറക്റ്റാ സന്ദീപിന്റെ ഒരു കാര്യം. അല്ല, ആതിര എവിടെ? കാണുന്നില്ലല്ലോ. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആഹാ, മുകളിലാണോ? എന്നാ ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. ആ, ഈ കവറിങ് തന്നേക്ക്. ഞാൻ തന്നെ ആതിരയ്ക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ട് വരാം. പാവം, ഒറ്റയ്ക്ക് കിടന്ന് ഓടുക എല്ലാത്തിനും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗരി, നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരുന്നതാ. എന്നിട്ടും ആളൂനൊരമ്മ വേണമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ശ്രേയെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. പക്ഷേ അതൊരിക്കലും എൻ്റെ മനസ്സ് അംഗീകരിച്ചിരുന്നില്ല. മാളൂനും ശ്രേയ അമ്മയായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ശ്രേയ സ്വയം വേണ്ടാന്ന് വെച്ച് പോകട്ടെന്ന് കരുതി ഞാൻ പല നിബന്ധനകളും വെച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ശ്രേയ പോയില്ല, അത് വിവാഹത്തിലേക്ക് നീളുകയും ചെയ്തു. അതിനിടയിൽ ഗംഗയും മാളും തമ്മിൽ അടുത്തു. അവരുടെ സ്നേഹം കണ്ട് ഗംഗ എൻ്റെ മനസ്സിലും സ്ഥാനം പിടിച്ചു. അറിയാതെ ഞാനും അവളെ സ്നേഹിച്ചു തുടങ്ങി. എങ്കിലും താലി കെട്ടാൻ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതല്ല. അത് സംഭവിച്ചു പോയതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. അത് നീ അറിയണം ഗൗരി. നിന്നെ അല്ലാതെ മറ്റാരും എനിക്കത് ബോധിപ്പിക്കാനില്ല. ഞാൻ ശ്രേയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മോൾക്ക് എന്തെങ്കിലും പറ്റിയേനെ. അവൾ നമ്മുടെ കൈവിട്ട് പോയേനെ. കാരണം ഗംഗയെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. കാരണം നിന്റെ സ്ഥാനത്ത് അവളുടെ അമ്മയായി ഗംഗയെ മാത്രമേ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞെന്നുള്ളൂ. മഹിയുടെയും ഗംഗയുടെയും ജാതക പൊരുത്തം നോക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചാ അതിനെന്തെങ്കിലും ദോഷമുണ്ടോന്ന് നമുക്കറിയില്ല. എങ്കിലും ജാതകപ്പൊരുത്തം നോക്കി ശാന്തി മുഹൂർത്തെങ്കിലും ദോഷമില്ലാത്തൊരു ദിവസത്തിലേക്ക് ആക്കുന്നാവും നല്ലത്.
എന്താ മോളെ? ആ ഗംഗ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കി. ഇതെന്താ വരാത്തത്? അച്ഛൻ ഇവിടെ കാത്തിരിക്കുക. പാലെടുത്തോണ്ട് വേഗം വാ ഗംഗേ. ശ്രീ മഹേശ്വര, ഞാൻ മാളുവിനോട് എന്തു പറയും? എങ്ങനെ മാളുവിനെ സമാധാനിപ്പിക്കും? വാ ഗംഗേ. മാള് പൊക്കോ, ഞാനിന്ന് മാളുവിന്റെ മുറിയിലാ കിടക്കുന്നത്. അതെന്താ? ഇനി മുതൽ അച്ഛന്റെ അടുത്തല്ലേ ഗംഗ ഉറങ്ങേണ്ടത്? അങ്ങോട്ട് പാലും കൊണ്ട് പോയേണ്ടതല്ലേ? അതെന്താ പോവാത്തെ? അതൊന്നും കൊച്ചുകുട്ടികൾക്ക് അറിയില്ല. ഞാൻ മാളുവിന്റെ അമ്മയായിട്ട് മാളുവിന്റെ കൂടെ കിടന്നോളാം. അതല്ല ഗംഗേ. മാളു നല്ല കുട്ടിയല്ലേ, ഞാൻ പറയുന്ന അനുസരിക്ക് കേട്ടോ. ഗംഗയ്ക്ക് അച്ഛനോട് ഇപ്പോഴും ദേഷ്യാണോ? അതാണോ ഗംഗ അച്ഛൻ്റെ അടുത്ത് പോവാത്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട്ടിലുള്ളവർ ഈ വിവാഹത്തെ അംഗീകരിച്ചിട്ടില്ല. അവരീ ബന്ധം തകർക്കാൻ ശ്രമിക്കും. അത് തടയാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ കൈലാസത്തിൽ. എന്നാലും ഇവരുടെ കള്ളക്കളിയിൽ നീ വീണു പോയല്ലോ ഗംഗെ. മഹിയേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തി. നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ. പക്ഷേ അവരുടെ ചതിയിൽ നീ പെട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗെ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ എന്തു പറ്റി? എനിക്ക് ഇടിമിന്നല് പേടിയാ. അച്ഛൻ എവിടെ ഇരിക്കോ? ഗംഗ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും അച്ഛൻ ഇവിടെ ഇരുന്നാലും എന്റെ പേടി മാറൂ. അച്ഛൻ എന്റെ കൂടെ ഇവിടെ കിടക്കാവോ? ആ, മാളു ചെന്ന് ഫ്രഷ് ആവും. ശരി അച്ഛാ. നിങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഈ മുറിയിലാണ് കിടന്നത്? അതെ. ഇന്നലെ ഇടിയും മിന്നലും വന്നപ്പോ മാളുവിന് പേടിയായിട്ട് മഹിയേട്ടനെ വിളിച്ച് കിടത്തിയതാ. ഞാൻ എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചപ്പോ എന്റെ മഹിയേട്ടന്റെ നടുക്ക് കിടന്ന് മാളുവിന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നതാ. ഞാൻ പോയി മഹിയേട്ടന് ചായ എടുക്കട്ടെ.
ലോക്ക് ഇട്ടിട്ടും അവരൊരുമിച്ച് കിടന്നു. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്വാഗതം. വാ വാ. അല്ല, സ്വാതി എവിടെ? സഞ്ജു ഇവിടെ നിൽക്ക്. മോള് സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. എന്നാലേ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ദിനേശൻ പോയി കാവേരി കൂട്ടിക്കൊണ്ടുവാ. വേണ്ട അമ്മേ, തല ചുറ്റി വീണ ഈ ചടങ്ങെല്ലാം അലങ്കോലോ. നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. വാ. ദേവിയെ വന്ന് ഇങ്ങോട്ട് വാ. മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കും. ദേവി, ചേച്ചിക്കും ചേച്ചിയുടെ രാജകുമാരനും എന്നും സന്തോഷം മാത്രം നൽകണേ. അല്ല, നീ ഇതെവിടേക്കാ? ഒന്ന് അച്ഛന് കൊടുക്ക്, അമ്മയ്ക്കും കൊടുക്ക്. കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്ക്. ലഡു ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക, ഞാൻ കൊടുത്തോളാം. അത്രയും മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചെല്ലങ്ങോട്ട്. എന്നാ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാലോ അല്ലേ? വേണ്ടെന്നേ, വെളുക്കുവോളം നമുക്കിവിടെ സൊറ പറഞ്ഞിരിക്കാം. കേട്ടില്ല ലച്ചു, ഇനി നമ്മളൊന്ന് പോയി കിട്ടിയാ മതി. ചേച്ചി വാതിലടക്കല്ലേ, ഞാൻ പോയിട്ട് പാലെടുത്തിട്ട് വരാം. അതൊക്കെ വേണോ അമ്മു? വേണം ചേച്ചി. ലച്ചു പോയി പാലെടുത്തിട്ട് വാ.
ചടങ്ങുകൾ മുടങ്ങിപ്പോയെന്ന സങ്കടം ലച്ചുവിനും വേണ്ട. ആ അല്ല, എന്താ തന്റെ പ്ലാൻ? ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനാണോ? അയ്യോ, ഞാൻ പോയേക്കാമേ. ഒന്ന് നിന്നേ. പറഞ്ഞതൊന്നും മറന്നു പോരുത്. ഡൺ. ശരി. നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വിപിൻ സാറിന്റെ ഭാര്യയായതും ഇവിടുത്തെ മരുമകളായതും എന്റെ പുന്നാര ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ. ഇവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നീ നോക്കണ്ട. നീ എന്റെ മരുമോളാ. നിന്നെ ഇവിടെ ആരും വേദനിപ്പിക്കത്തില്ല. പാർവതി, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. ഓർത്തോ? നീ വാ മോളെ, നിനക്കൊരു പ്രയാസവും വരാതെ ഞാൻ നോക്കിക്കോളാം. വാ. പാർവതി, കരയാതിരിക്കെ. അവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ അതൊന്നും കാര്യമാക്കണ്ട. അതോർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. നീ നന്മയുള്ളവളാ. നിന്നെ എത്രയൊക്കെ പഴിചാർത്തിയാലും ഒടുവിൽ നിന്റെ നന്മ തന്നെ വിജയിക്കും പാർവതി. ഒടുവിൽ അത് അവര് തിരിച്ചറിയുകയും ചെയ്യും. ഗാർഗി, പല്ലവിയുടെ നല്ലതിനു വേണ്ടിയാ ഞാനങ്ങനെ ഓരോന്നും പറഞ്ഞത്, അവളെ ശകാരിച്ചതും. പക്ഷെ അവളെന്നെ മനസ്സിലാക്കുന്നില്ല. പാർവതി,
പാർവതി, അവളെ നിലത്ത് പോലും വെക്കാതെ ഞാൻ എടുത്തു നടന്ന കുട്ടിയാ പല്ലവി. അവള് തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ നീ പറഞ്ഞതുപോലെ എന്നെങ്കിലും അവൾ എന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് പാർവതിയും ശേഖരമേനോനും തമ്മിലുള്ള വ്യക്തമായ ഒത്തുകളിയാണ്. അന്ന് ശേഖരമേനോൻ എന്നെ കൊല്ലാൻ വന്നപ്പോ അയാളെ ഇവിടുന്ന് തന്ത്രപരമായി രക്ഷിച്ചതും അവള് തന്നെയാ. ഇതിനർത്ഥം പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാ പാർവതി ഇതൊന്ന് വിശാലിനോട് പറയാതിരുന്നേ? അയാള് ശേഖരമേനോനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിശാൽ അയാളെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. അതിന് കാരണമുണ്ട് പ്രതാപ. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് നമ്മളെ ഈ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കാനായിരിക്കും അവളുടെയും ശേഖരമേനോന്റെയും പ്ലാൻ. അവൾക്കിപ്പോ നമുക്കെതിരെ ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടുമ്പോ അവള് വിശാലിനെ അറിയിക്കുമായിരിക്കും. ഓ അങ്ങനെ. അപ്പോ അവളെ അയാളെ ഇനി വെച്ചോണ്ടിരിക്കണോ ചേച്ചി? ആദ്യം അവളുടെ പദ്ധതി തകർക്കണം. നമുക്കെതിരെയുള്ള തെളിവുകള് അവൾ ഒരിക്കലും വിശാലിന്റെ അടുത്ത് എത്തിക്കരുത്. അല്ലേച്ചി, ഇനി നമുക്ക് സമയം അനുവദിച്ചു കൊടുക്കണോ? നമുക്ക് അയാളെ അവളെ അങ്ങ് തട്ടാം. ഇന്നെങ്കിൽ ഇന്ന് അവരെ കൊല്ലണം. അതാ വേണ്ടത്. നോനോ, തിരക്കിട്ടൊന്നും ചെയ്യാൻ പാടില്ല പ്രതാപ. മുന്നും പിന്നും ആലോചിക്കാതെ നമ്മളൊന്നും പ്രവർത്തിക്കരുത്. തീർക്കുമ്പോ തെളിവുകളില്ലാതെ വേണം തീർക്കേണ്ടത്. ഒരു എവിഡൻസ് പോലും അവശേഷിക്കരുത്. തെളിവുകളില്ലാതെ തീർത്താ പോരെ? അത് നമുക്ക് തീർക്കാൻ ചേച്ചി. ഇല്ല പ്രതാപ, അത് മാത്രം പോരാ. അവളുടെ ചോരക്കറ നമ്മുടെ കയ്യിൽ പുരളാൻ പാടില്ല. അതായത് നമ്മളായിട്ട് അവരെ കൊല്ലാൻ പാടില്ലെന്ന്. അതെ, അത് തന്നെ. പിന്നെ ആരവരെ കൊല്ലുന്നേ? പുറത്തുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ ഏൽപ്പിക്കണമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എടാ, ഒരു വാടക കൊലയാളിയെയും നമ്മൾ ഏൽപ്പിക്കുന്നില്ല. രണ്ടിന്റെ ആയുസ് എടുക്കാനുള്ള ആള് ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ വീട്ടിലോ? അതാരെ? ചേച്ചി ആരെ ഉദ്ദേശിക്കുന്നേ? വിശാൽ. അവൻ തന്നെ പാർവതിയുടെയും ശേഖരമേനോന്റെയും കൊല നടത്തിക്കൊള്ളും. വിശാലോ? അവനെങ്ങനെ ഈ കൊലപാതകം നടത്തുന്ന ചേച്ചി പറഞ്ഞോണ്ട് വരുന്നേ? എടാ, അവന്റെ അമ്മയെ കൊന്നയാൾക്ക് അവന്റെ വിശ്വസ്തയായ ഭാര്യ ഇവിടെ അഭയം കൊടുത്തുവെന്നറിഞ്ഞാൽ എന്തായിരിക്കും വിശാലിന്റെ പ്രതികരണം? അമ്മയുടെ കൊലപാതകിയാണ് പാർവതിയുടെ സഹായത്തോടെ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നതെന്നറിഞ്ഞാൽ വിശാൽ വെറുതെ ഇരിക്കൂ? ഇവിടെ ചോരപ്പുഴ ഒഴുകും. അമ്മയുടെ കൊലയാളിയെയും തന്നെ ചതിച്ച ഭാര്യയെയും അവൻ കൊന്നു തള്ളും. പക്ഷേ അതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മളായിട്ട് വിശാലിനെ പ്രകോപിപ്പിക്കണം.
എന്താ ചേച്ചിയുടെ പ്ലാൻ? തെളിച്ചു പറ. എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കണം. ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ, ഞാൻ നിന്റെ ശ്യാമയാ. നീയാ കൃഷ്ണ എന്നെ വലിയ പാട്ടുകാരിയാക്കിയത്. അയ്യോ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, എന്റെ മോള്. നീ എനിക്ക് 75 ലക്ഷം രൂപയാ നേടിത്തന്നേ. ഞാൻ ധന്യായി. നിന്റെ ശ്യാമ ധന്യായി കൃഷ്ണ. കണ്ടോ ഐശ്വര്യ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ ഈ മാലകെട്ടും പൂജ. ഇന്നേ ദിവസം പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാ. ഇപ്പൊ ശ്യാമയായിട്ടാ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അരുന്ധതി എന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. ചെറിയൊരു മനസ്സിളക്കം, അത്രേ ഞാൻ കരുതിയുള്ളൂ. കൃഷ്ണ നാരായണ, ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഐശ്വര്യ. എന്തായാലും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലത്. അപ്പൊ എന്റെ മോൾക്ക് ഭ്രാന്താണോ? അയ്യോ അയ്യോ. അരുന്ധതി, മനസ്സിന്റെ ചെറിയൊരു പ്രശ്നമാകും. എന്താന്ന് പറയാൻ നമുക്കറിയില്ലല്ലോ. എന്നാലും എന്റെ മോള്. അയ്യോ, സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനുള്ള പരിഹാരം അതാ ചെയ്യേണ്ടത്. അല്ല, ഇവളുടെ ഇപ്പോഴത്തെ കൃഷ്ണഭക്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുക. എന്ത് സംശയം? അല്ല, കൃഷ്ണന്റെ തിരുവാഭരണം അല്ലേ മോഷ്ടിക്കാൻ നിങ്ങൾ രണ്ടാളും ഒന്ന് കൂട്ടുനിന്നേ. ഇനി അതിന് ഭഗവാന്റെ കോപമായിരിക്കും ഇത്. ഭഗവാനെ, അങ്ങനെയൊന്നും ആവരുതേ. ഐശ്വര്യക്ക് ഇത് ബാധകോ? അയ്യോ, വെറുതെ പേടിപ്പിക്കാൻ ഓരോന്ന് പറയല്ലേ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഐശ്വര്യ സൂക്ഷിക്കണം. കൃഷ്ണ, എന്നെ മ്യൂസിക് ഷോയിലെ ഫൈനലിൽ ജയിപ്പിച്ചില്ലേ? എനിക്ക് 75 ലക്ഷം രൂപ തന്നില്ലേ? നിനക്ക് ഞാൻ 100 പവന്റെ സ്വർണ്ണാഭരണം സമർപ്പിച്ചേക്കാൻ കൃഷ്ണ. നമ്മളെ കൊണ്ട് പറ്റാത്ത നേർച്ചകൾ നേരല്ല മോളെ. നിന്റെ ശ്യാമയാ കണ്ണ, നിനക്ക് ഞാൻ 100 പവൻ സമർപ്പിക്കാതെ. ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട, ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം. അയ്യോ, എന്റെ മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ആ ജാസ്മിൻ അശ്വതിയാ. ആദ്യേട്ടാ, ഇപ്പൊ ആരെ വിളിക്കാൻ പോവാ? അമ്മേ. ആദ്യേട്ടാ, വേണ്ട. ആദ്യേട്ടാ, പറയുന്ന കേൾക്ക്. ആദ്യേട്ടാ, ഇപ്പൊ ഇത് അമ്മയെ അറിയിക്കണ്ട. ആദ്യേട്ടാ, പ്ലീസ്. ആദ്യേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്.
അമ്മ ഇപ്പൊ അശ്വതിയുടെ കാര്യം അറിഞ്ഞ അത് പ്രശ്നമാവും ആദ്യേട്ടാ. പ്രശ്നമാവണം. ആരാണ് അവളെ ഓഫീസിലെ സ്റ്റാഫായിട്ട് കയറ്റിയത്? ശരിയല്ലല്ലോ. ഇനി വൈകിക്കൂടാ. അമ്മയോട് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. അഖിലും ശ്യാമിയും അശ്വതിക്ക് ഒത്താശ ചെയ്യുക. അതിപ്പോ എനിക്ക് ബോധ്യമായി. അങ്ങനെ ആവില്ല. എല്ലാം നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അത് മതി. ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ല അമൃതേ. ആദ്യമായിട്ടും തന്നെ ഓർത്തെ. ഐശ്വര്യയുടെ കാര്യം ശരിയാ. സത്യത്തിൽ അശ്വതി അരുണും തെറ്റുകാരാണോ? എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പേരിൽ അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതല്ലേ ആദ്യേട്ടാ. എന്ന് കരുതി ഞാനിതിനെ ന്യായീകരിക്കില്ല. ഐശ്വര്യയുടെ കാര്യം തന്നെ നമുക്കിപ്പോ പ്രധാനം. എടുത്തു ചാടി അമ്മയോട് പറഞ്ഞ് അശ്വതിയെ നമ്മളെ ഇറക്കി വിട്ട അവിടെ പോലീസിന്റെ പിടിയിലാവും. അശ്വതിയുടെ കാര്യം പോട്ടെ, നമ്മൾ ആ മോളെ ഓർക്കണ്ടേ ശ്രീകുട്ടി? ആ മോൾക്ക് അത് വിഷമാവില്ലേ? പാവ ശ്രീകുട്ടി. ഇതിനെല്ലാം ആ കുഞ്ഞെന്ത് പഴച്ചു? എല്ലാത്തിനും ഒരു സാവകാശം വേണം. എന്തായാലും വരാനുള്ളത് വന്നു. നമുക്ക് അശ്വതി ഓഫീസിൽ നിന്ന് മാറ്റാം. പക്ഷെ അത് ശ്രീകുട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിലാവരുത്. എന്തായാലും നാളെ അപ്പുന്റെ ഓപ്പറേഷൻ അത് കഴിയട്ടെ. അപ്പുന് സുഖമാവട്ടെ. നമുക്ക് അഖിയോടും ശ്യാമയോടും പറഞ്ഞു തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അതാ നല്ലത്. അത് മതി ആദ്യേട്ടാ. ശ്രീകുട്ടിയുടെ സന്തോഷം നമ്മളായിട്ട് വെറുതെ നശിപ്പിച്ച് കളയണ്ട. മാ ആദ്യേട്ടാ, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ വേണ്ടതെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. മോനെ, എന്തായാലും എന്റെ ആഗ്രഹം ക്ഷമിച്ച് സാധിച്ചു തന്നല്ലോ. എന്റെ ക്ഷമിച്ച് മ്യൂസിക് ഷോയിൽ വിജയിക്കണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതും എനിക്ക് കാണാൻ പറ്റി. ഇപ്പൊ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് കുറെ സമയം സന്തോഷിക്കാനും പറ്റി. എന്റെ ആഗ്രഹം എല്ലാം തീർന്നു ശ്യാമേച്ചി. ഇനി എനിക്ക് മരിച്ചു പോയാലും പ്രശ്നമില്ല. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശത്രു, യെസ്, മുമ്പേ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നോണ്ട് മാത്രമാ നീ ഇപ്പം ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. സാറേ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഞാനങ്ങനെ നിങ്ങളുടെ ശത്രു ആവുന്നേ? നമ്മൾ തമ്മില് അതിനെന്താ ബന്ധം? ബന്ധം നമ്മൾ തമ്മിലല്ല, നിന്റെ ഭാര്യയും ഞാനുമായിട്ടാ. അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ മുഴുവൻ പേരും കേട്ടാലേ പറ്റൂ. വെറും നാഥനല്ല ഞാൻ, മേഘനാഥൻ. ട്രിപ്പങ്ങോട്ട് സുഭദ്രയുടെ ഭർത്താവ് കോട്ടയ്ക്കൽ മേഘനാഥൻ. ഇനി പറ, നീ കേട്ടിട്ടില്ലേ ഞാൻ ആരാണെന്ന്? കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അതെ, അതാണ് പ്രശ്നം. എന്നെ മാത്രമല്ല, തൃപ്പങ്ങോട്ട് സുഭദ്രയെ പോലും അന്ന് കൊച്ചു പയ്യനായിരുന്ന നീ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ നീ കൊച്ചു പ്രേമവും തലയ്ക്ക് പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു.
സുഭദ്രയുടെ നേരനിയത്തി രാധയുടെ പിന്നാലെ. ഓർമ്മ കാണും നിനക്ക്? പറയടാ കൃഷ്ണപ്രസാദേ, രാധയെ അറിയോ നിനക്ക്? അറിയാമോന്ന്? മറുപടി പറഞ്ഞില്ല. രാധയെ ചെറുപ്പത്തിലെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ. സുഭദ്രാമ്മ മരിച്ച് ആ കുട്ടികൾ ദേശം വിട്ടു പോയതിനു ശേഷം രാധയെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. വാട്ട്? കള്ളം പറയരുത്. നിനക്കറിയാം രാധ എവിടെയാണെന്ന്. ഈ മേഘനാഥന്റെ കണ്ണിൽ പെടാതെ നീയാണ് അവളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഞാനോ? ആരോ നാഥൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. രാധയെ കാണണമെന്ന് ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയെങ്കിലും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല ആ കുട്ടിയെ. ഓഹോ, അപ്പൊ ആരാ ഈ അഞ്ജലി? എന്താ അവളുടെ ബാക്ക്ഗ്രൗണ്ട്? അഞ്ജലി എന്റെ ഭാര്യയാണ് സാർ. അവളുടെ ചരിത്രം എനിക്കറിയില്ല. ഇവിടെ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ടതാ. എന്നാൽ അവൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു തറവാടിന്റെ ചരിത്രം. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ രണ്ടാമത്തെ മകൾ, എന്റെ ഭാര്യയുടെ നേരനിയത്തി രാധയാണ് ഈ അഞ്ജലി. അതായത് നിന്റെ ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൈയെടുക്കട അവരുടെ ദേഹത്തുനിന്ന്. ഇനി ഒരിക്കൽ കൂടി പറയില്ല. നിന്റെയൊക്കെ നെഞ്ചത്ത് ദ്വാരം വീഴുമ്പോഴേ കാര്യം മനസ്സിലാവും. ഇനി വന്ന പോലെ മടങ്ങിപ്പോക്കോണം. നിന്നെയൊക്കെ അയച്ചവനോട് ചെന്ന് പറഞ്ഞേക്ക് അഡ്വക്കേറ്റ് വേണുഗോപാൽ വന്ന് രാധയെ കൊണ്ടുപോയിന്ന്. നിക്കണ്ട, വണ്ടിയെടുത്ത് വന്ന വഴിക്ക് വിട്ടോ. പൊക്കോ. ഇനി ഇവിടെ പരിസരത്ത് കണ്ടുപോരുത്. നിങ്ങൾ പേടിക്കണ്ട, ഇത് ലൈസൻസ് ഉള്ളതാ. എന്തായാലും ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ തോന്നിയത് നന്നായില്ലേ? ഇനിയിപ്പോ താമസിക്കണ്ടല്ലോ, പോവാം നമുക്ക്. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല വേണുവേട്ട. രാധേ, ഈ അവസാന നിമിഷം വാക്ക് മാറ്റുകയാണോ നീ? എനിക്ക് വേണ്ടിയല്ല, ഇത്രയും കാലം അഭയം നൽകിയ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ. മുരളിയെ പോലീസ് കൊണ്ടുപോയിരിക്കുക. അതെന്തായെന്നറിയാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. നന്ദികേടാവോ അത്? അതൊരു ഫേക്ക് കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം മേഘനാഥൻ തന്നെയാണ്. കാരണം അവന്റെ ആളുകൾ ഇവിടെ വരുമ്പോ വീട്ടിലെ ആണുങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറണമായിരുന്നു. അധികം തടസ്സങ്ങളില്ലാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുറെ കഴിയുമ്പോൾ വിടും. അതുകൊണ്ട് ആ കാരണം പറഞ്ഞ് രാധ വരാതിരിക്കരുത്. നോക്ക്, ഒരു ദേശം മുഴുവൻ കാത്തിരിക്കാൻ നിന്നെ. സുഭദ്രാമയെ ഓർത്തെങ്കിലും നീ വന്നേ പറ്റൂ. എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ മനസ്സ് വെക്കണം. ഞാൻ ബാക്കി വെച്ച എല്ലാ കർമ്മങ്ങളും നീ പൂർത്തിയാക്കണം. ഇനി അത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. പൊയ്ക്കോട്ടെ ഞാൻ. നിങ്ങൾ ഇവിടെ നിന്നാ മതി. പോയവര് ഉടൻ തിരിച്ചു വരും.
നിങ്ങളുടെ കണ്ണീര് എന്റെ ധൈര്യം കെടുത്തുകയുള്ളൂ. തൃപ്പങ്ങോട്ട രക്തമല്ലേ നമ്മള്. ധൈര്യമായിട്ടിരിക്കും. പോവുകയാ ഞാൻ. പോയിട്ട് വരാന്ന് പറ. ശരി, പോയിട്ട് വരാം. വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ചെയ്യൂ ആന്റി? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഏറ്റത് അത് മാധവമംഗലത്തെ ഇന്ദ്രജയുടെ വാക്ക. എന്റെ വാക്ക് ഞാൻ ലംഘിക്കണമെങ്കിൽ എനിക്ക് ജീവനില്ലാതാവണം. എനിക്ക് ആന്റിയെ വിശ്വാസം. അതിന് യാതൊരു സംശയവും വേണ്ട. എന്നാ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. നിന്റെ കൂടെ ഞാനുണ്ട്. ശരി ആന്റി. ആദ്യം ആ പണം കൈക്കലാക്കാനുള്ള വഴി നീ ആലോചിക്കും. അത് കയ്യിലായാൽ നീ രക്ഷപ്പെട്ടു. പിന്നെ നീ എന്നെ വിളിക്കും. നിങ്ങളെ ഞാൻ ഒരാളും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. ഭൂമിശാസ്ത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥലം. ആ പണം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ അത് എടുക്കാൻ ഇത്തിരി പാടാം. എടാ, ഒരു പാടും ഇല്ല. അതിനെ നല്ല ബുദ്ധിമതി. ആദ്യം നീ അത് വെച്ചിരിക്കുന്ന അലമാരയുടെ താക്കോൽ എവിടെയാന്ന് കണ്ടുപിടിക്കുക. പിന്നെ എളുപ്പമല്ലേ? ഞാൻ ശ്രമിക്കാം ആന്റി. പക്ഷേ ആ ജോത്സ്യൻ ഇവിടെ വന്ന് തീയതി കുറിപ്പിച്ച അതിന് ജോത്സ്യൻ ഇവിടെ വന്നിട്ട് വേണ്ടേ? അയാള് വരില്ല. അക്കാര്യം ഞാൻ ഏറ്റു. എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ടതായി ഓർമ്മയുണ്ട്. താനേ ഓർത്തൊന്നും ബുദ്ധിമുട്ടണ്ട. ഞാൻ മാധവമംഗലത്തെ ഇന്ദ്രജ. ഓ, ഇന്ദ്രജ. മാഡത്തിന് എന്നെ മനസ്സിലായോ? തന്നെ എനിക്കറിയാം. താനാ ഉണക്ക് ജോത്സ്യരല്ലേ? താനിപ്പോ എങ്ങോട്ട് പോകുന്നറിയൂ? അത് ചെമ്പകമംഗലത്തേക്ക്. രാമഭദ്രൻ സാർ വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആ രാമഭദ്രൻ സാറേ എന്റെ ഏട്ടന്. ആ ജന്മശത്രുവായ ഏട്ടൻ. കൂടപ്പുറപ്പുകളുടെ ഇണക്കവും പിണക്കവും ഒക്കെ സ്ഥായിയാണോ മാഡം? അത് മഴക്കാറ് പോലെയാ, വരും പോകും. തത്വജ്ഞാന പ്രസംഗമൊക്കെ അങ്ങ് അമ്പലമുറ്റത്ത് മതി. എന്നോട് വേണ്ട. മാഡം ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ ഞാൻ മാഡത്തോട് എന്ത് തെറ്റാ ചെയ്തത്? താൻ എനിക്കെതിരായി ഒരു കാര്യം ചെയ്യാൻ പോവാ. അതുകൊണ്ടാ തന്നെ ഞാൻ ഇവിടെ തടഞ്ഞത്. മനസ്സിലായില്ല. താൻ പോകുന്നത് എന്റെ അനുവാദമില്ലാതെ ചെമ്പകമംഗലത്തുകാർ നടത്താൻ പോകുന്ന എന്റെ മകളുടെ വിവാഹ മുഹൂർത്തം കുറിക്കാനാ. മാഡത്തിന്റെ മകളോ? ആ അതെ, എന്റെ അനുജത്തിയുടെ മകളാ മീനാക്ഷി. എന്റെ പെർമിഷൻ ഇല്ലാതെയാ അവരെന്റെ മകളുടെ കല്യാണം നടത്താൻ പോകുന്നത്. അത് ഞാൻ അനുവദിക്കില്ല. അവർ ആ കല്യാണത്തിന്റെ തീയതിയും മുഹൂർത്തവും കുറിപ്പിക്കാനാ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം മാഡം? താൻ ഒന്നും ചെയ്യണ്ട. തൽക്കാലം താൻ പോകുന്നില്ല. ചതിക്കരുത് മാഡം. എന്റെ തൊഴിൽ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് തൽക്കാലം താൻ കേട്ടാ മതി. താൻ കേട്ടില്ലെങ്കിൽ തന്റെ കാലുകൾ രണ്ടും ഞാൻ തല്ലി ഒടിക്കും. അവരെ വിളിച്ചാൽ ഞാൻ എന്ത് പറയും മാഡം? ആ, അവര് വിളിക്കട്ടെ. എന്ത് പറയണമെന്ന് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണമൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. കൈമളേട്ടൻ എന്തു പറയുന്നു? കല്യാണത്തിന് മറ്റ് തടസ്സമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. പ്രായമേറി വരുന്നതുകൊണ്ട് എനിക്കും ടെൻഷനുണ്ടേ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തിനാ ടെൻഷൻ? ആയുസിന്റെ കാര്യത്തിൽ
നമ്മളാണോ കൈമളേട്ട തീരുമാനം എടുക്കുന്നത്? വെറുതെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ. അല്ല, അച്ഛനും അമ്മയും എനിക്ക് വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മകളാ. വലിയ റോളുകളൊന്നും എനിക്കിവിടെ ഇല്ലെങ്കിലും മീനാക്ഷിയുടെ കല്യാണത്തിന്റെ കാര്യത്തില് എന്റെ എളിയ ചെറിയൊരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കോട്ടെ. ഈ കുടുംബത്തിൽ വലിയ റോൾ ഞങ്ങൾ എടുത്തു തന്നാൽ നീ അത് അഭിനയിച്ച് ഓവറാക്കി ഈ കുടുംബം കലക്കിക്കളയും. നിന്റെ നാവ് അത്രയ്ക്ക് വിശിഷ്ടമാണ്. അതുകൊണ്ട് രാമഭദ്രന്റെ ഭാര്യ എന്ന റോൾ മതിയ തൽക്കാലം. എന്തായാലും അച്ഛന്റെ പുന്നാര മോളല്ലേ അവള്. കൂടാതെ രണ്ടാം മുഴക്കാരി. കേക്കട്ടെ കല്യാണ കാര്യത്തെ പറ്റി നിന്റെ അഭിപ്രായം. അല്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന പോലെ ഇവളുടെ ഈ അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ലേ? മനുഷ്യ തോക്കിനകത്ത് കയറി വെടി പൊട്ടിക്കാതെ അവൾ അഭിപ്രായം പറയട്ടെ. എന്റെ ആങ്ങള ജഗദീഷും അവന്റെ സൽഗുണസമ്പന്നയായ ഭാര്യ മാലതിയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാ. അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ നാത്തൂനും തമ്മില്. മാലു കോലു എന്നും വിളിച്ച് പുറകെ നടപ്പായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? അത് പിന്നെ അമ്മേ, എന്റെ ഭാര്യയുടെ സ്വഭാവം അറിയില്ലേ? ഓന്തിനെ പോലെ പെട്ടെന്ന് നിർമാറുകളെ. അതവിടെ നിക്കട്ടെ. നീ കല്യാണത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം പറ. എന്റെ അമ്മേ, തക്കം കിട്ടിയ ഈ ഭൂലോകം മൊത്തം വിഴുങ്ങാൻ നിൽക്കുന്ന ആർത്തി പണ്ടാരങ്ങളാ ആ മന്മഥ പണിക്കരും താരക പണിക്കരും. നേര് നെറിയില്ലാത്ത അവരുടെ മകൻ പണിക്കർക്ക് അമ്മയുടെ കൊച്ചുമോളെ പിടിച്ചു കൊടുക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ഈ അഭിപ്രായം സാധുവാ. വോട്ടിനിടാതെ തന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ചെമ്പകമംഗലം ആ വൈശാഖ് ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. തേവരുടെ ആന കാട്ടിലെ തടി. ഞാൻ കിടന്ന് ഒറ്റയ്ക്ക് വായിട്ടളിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ സാവിത്രി, എനിക്ക് വേണ്ട. മോനെ ചായ. ചെക്കപ്പിന് മോനും കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഞാൻ ചെന്നപ്പോ മൈഥിലിയുടെ ചെക്കപ്പ് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ മോളെ? ഇല്ല. എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.